ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ് എന്നൊരു ഭാഗമാണ് പറയുന്നത്. എന്താണ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് നോക്കാം. എ ഷെഡ്യൂൾ ഇൻ വിച്ച് ഇൻവെൻറ്ററീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പീരിയഡ് ഓഫ് ദെയർ ഹോൾഡിംഗ് ഇൻ ദ സ്റ്റോർസ് ഈസ് കാൾഡ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററീസ് സ്റ്റോറിൽ ഹോൾഡിങ് ചെയ്ത പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെൻറ്ററിയുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം തീരുമാനിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഏജിങ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഏജിങ് ഷെഡ്യൂളിൽ ഇൻവെൻറ്ററീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പീരിയഡ് ഓഫ് ദെയർ ഹോൾഡിംഗ്. എത്ര കാലമായി ഇൻവെൻറ്ററീസ് സ്റ്റോറിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെൻറ്ററീസിൻ്റെ ഏജ് തീരുമാനിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഏജിങ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ആദ്യം സ്റ്റോർ ചെയ്യപ്പെട്ട ഇൻവെൻറ്ററീസും അതിനുശേഷം സ്റ്റോർ ചെയ്യപ്പെട്ട ഓരോ ഡേറ്റിലും സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള ഇൻവെൻറ്ററീസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് അതിൻ്റെ പീരിയഡിനനുസരിച്ചിട്ട് അതിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം തീരുമാനിക്കുന്ന ഒരു സിസ്റ്റമാണ് ഏജിങ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഷോസ് ദ ഏജ് ഓഫ് ഇൻവെൻറ്ററീസ് ഓർ ദ പീരിയഡ് ഫോർ വിച്ച് ഇൻവെൻറ്ററീസ് ആർ ലൈയിങ് ഇൻ സ്റ്റോക്ക്. ഇൻവെൻറ്ററീസ് സ്റ്റോക്കായിട്ട് ലൈ ചെയ്തിട്ടുള്ള പീരിയഡോ അല്ലെങ്കിൽ ഇൻവെൻറ്ററിയുടെ ഏജോ ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടുഗദർ വിത്ത് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് ഇൻവെൻറ്ററി ഓഫ് ടോട്ടൽ ഇൻവെൻറ്ററി. ടോട്ടൽ ഇൻവെൻറ്ററിയിൽ ഓരോ ഇൻവെൻറ്ററിയുടെയും പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഏജിങ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഷോസ് ദ ഏജ് ഓഫ് ഇൻവെൻറ്ററീസ് ഓർ ദ പീരിയഡ് ഫോർ വിച്ച് ഇൻവെൻറ്ററീസ് ആർ ലൈയിങ് ഇൻ സ്റ്റോക്ക്. ഇൻവെൻറ്ററീസ് സ്റ്റോക്കായി കെട്ടിക്കിടക്കുന്ന പീരിയഡോ അല്ലെങ്കിൽ അതിൻ്റെ ഏജോ തീരുമാനിക്കപ്പെടുകയും അതുപോലെ തന്നെ ടോട്ടൽ ഇൻവെൻറ്ററിയിലെ പേഴ്സൻറ്റേജ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഓഫ് ഇൻവെൻറ്ററി അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഏജിങ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ റേറ്റ് അറ്റ് വിച്ച് വേരിയസ് ഇൻവെൻറ്ററീസ് ആർ കൺസ്യൂംഡ്. ഇൻവെൻറ്ററീസ് കൺസ്യൂം ചെയ്യുന്ന റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ റേറ്റ് അറ്റ് വിച്ച് വേരിയസ് ഇൻവെൻറ്ററീസ് ആർ കൺസ്യൂംഡ്. ഇൻവെൻറ്ററീസ് എത്രമാത്രം കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ റേറ്റ്, ഒരു ദിവസം എത്ര ഇൻവെൻറ്ററീസ് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഇൻവെൻറ്ററീസ് ബാക്കിയായിട്ട് അല്ലെങ്കിൽ ബർഡനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടെന്നത് അനലൈസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ റേറ്റ് അറ്റ് വിച്ച് വേരിയസ് ഇൻവെൻറ്ററീസ് ആർ കൺസ്യൂംഡ്. ഇൻവെൻറ്ററീസ് കൺസ്യൂം ചെയ്യുന്ന റേറ്റും ഇതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. സോ ദിസ് വിൽ ഹെൽപ്പ് ഇൻ സ്ലോ മൂവിങ് ഇൻവെൻറ്ററീസ്. അതുകൊണ്ട് തന്നെ സ്ലോ മൂവിങ് ഇൻവെൻറ്ററീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതി കൂടിയാണ് ഏജിങ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദിസ് വിൽ ഫർദർ ഹെൽപ്പ് ഇൻ എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററീസിൻ്റെ മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനോ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷെഡ്യൂൾ ഇൻ വിച്ച് ഇൻവെൻറ്ററീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പീരിയഡ് ഓഫ് ദെയർ ഹോൾഡിംഗ് ഇൻ ദ സ്റ്റോർസ്. സ്റ്റോറിൽ എത്രമാത്രം ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്ര കാലമായിട്ട് ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെൻറ്ററീസിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയാണ് ഏജിങ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏജ് ഓഫ് ഇൻവെൻറ്ററീസ് ഓർ ദ പീരിയഡ് ഫോർ വിച്ച് ഇൻവെൻറ്ററീസ് ആർ ലൈയിങ് ഇൻ സ്റ്റോക്ക്. ഇൻവെൻറ്ററീസ് സ്റ്റോക്കായിട്ട് ലൈ ചെയ്തിട്ടുള്ള പീരീഡിനെയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ടുഗദർ വിത്ത് ദ പേഴ്സൻറ്റേജ് ഓഫ് ഈച്ച് ഇൻവെൻറ്ററി ഓർ ഓഫ് ടോട്ടൽ ഇൻവെൻറ്ററി. ടോട്ടൽ ഇൻവെൻറ്ററിയിൽ ഓരോ പേഴ്സൻറ്റേജ് ഓഫ് ഇൻവെൻറ്ററിയുടെയും പേഴ്സൻറ്റേജ് അനലൈസ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ലൈയിങ് സ്റ്റോക്കിൻ്റെ പേഴ്സൻറ്റേജ് അനലൈസ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ റേറ്റ് അറ്റ് വിച്ച് വേരിയസ് ഇൻവെൻറ്ററീസ് ആർ കൺസ്യൂംഡ്. ഇൻവെൻറ്ററീസ് കൺസ്യൂം ചെയ്യുന്ന റേറ്റും ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദിസ് വിൽ ഹെൽപ്പ് ഇൻ സ്ലോ മൂവിങ് ഇൻവെൻറ്ററീസ്. സ്ലോ മൂവിങ് ഇൻവെൻറ്ററിയുടെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദിസ് വിൽ ഫർദർ ഹെൽപ്പ് ഇൻ എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററീസ്. ഇൻവെൻറ്ററീസിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ എഫക്റ്റീവ് കൺട്രോളിനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസിന് ഉണ്ട്. ഇതിനെ നമ്മൾ ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. സോ എ ഷെഡ്യൂൾ ഇൻ വിച്ച് ഇൻവെൻറ്ററീസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പീരിയഡ് ഓഫ് ദെയർ ഹോൾഡിംഗ് ഇൻ ദ സ്റ്റോർസ് ഈസ് കാൾഡ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസ്. നെക്സ്റ്റ്, സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Generally, the materials purchased for production are not fully consumed. There is some quantity of stock at any time. To check the material losses, it is necessary to properly verify the material in stock. There are two main methods of verification of materials. They are periodic inventory system and perpetual inventory system. Stock verification എന്ന് പറയുന്നത് എന്താണ്? Generally, the materials purchased for production are not fully consumed.
പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് പൂർണ്ണമായിട്ടും കൺസ്യൂം ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് അറ്റ് എനി ടൈം, അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും സം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് നമ്മൾ നിലനിർത്തേണ്ടതായിട്ട് വരും. ടു ചെക്ക് ദ മെറ്റീരിയൽ ലോസസ് ഇറ്റ് ഈസ് നെസസറി ടു പ്രോപ്പർലി വെരിഫൈ ദ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്. എത്രമാത്രം മെറ്റീരിയൽ സ്റ്റോക്കായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന മെറ്റീരിയൽ ലോസസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ദ മെറ്റീരിയൽ ലോസസ് ഇൻ ഫ്യൂച്ചർ because of this properly verify the material in stock. There are mainly two methods for verification of these materials. They are periodic inventory system and perpetual inventory system. ഇതിനാണ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം അതുപോലെ തന്നെ പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ സ്റ്റോക്കിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മാർഗ്ഗങ്ങളാണ് ഒന്ന് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റവും അതുപോലെ തന്നെ പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ മൊത്തം സ്റ്റോക്കുകളുടെ എത്ര ക്വാണ്ടിറ്റി നമുക്ക് ബാലൻസ് ഉണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ നോട്ട് ഫുള്ളി കൺസ്യൂംഡ്. പ്രൊഡക്ഷന് വേണ്ടി പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് പൂർണ്ണമായിട്ടും കൺസ്യൂം ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ സം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോക്കായിട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. ടു ചെക്ക് ദ മെറ്റീരിയൽ ലോസസ് ചെക്ക് ചെയ്യാൻ ഇറ്റ് ഈസ് നെസസറി ടു പ്രോപ്പർലി വെരിഫൈ ദ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്. സ്റ്റോക്കായിട്ട് എത്ര മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഈ പ്രോപ്പർ മെറ്റീരിയൽ സ്റ്റോക്കായിട്ട് എത്ര ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുകൾ വെരിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റവും പിന്നെ ഒന്ന് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റവും. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി മാറ്റി വെക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മെറ്റീരിയൽ ലോസസ് എന്നുള്ള ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോപ്പർ വെരിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും രണ്ട് തരത്തിലുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്യൂം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റോക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഇതിന് വെരിഫിക്കേഷൻ ഓഫ് ദീസ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഹാവ് ടു മെത്തേഡ്സ്. ദേ ആർ പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം ആൻഡ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം. ഇനി എന്താണ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം എന്ന് നോക്കാം. Under periodic stock verification, the entire stock is verified at a time at periodic intervals, usually once a year. Thus, stock taking at the end of the year is called periodic stock taking or periodic inventory system. The entire material is physically counted and the value of closing stock is ascertained for the purpose of preparation of final accounts. During the period of physical stock taking, factory has to be closed. Hence, periodic inventory system is not suitable to large business houses. In such a case, perpetual inventory system is followed. അതായത് പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ എൻ്റയർ സ്റ്റോക്ക് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നത് അറ്റ് എ ടൈം അറ്റ് പീരിയോഡിക് ഇൻ്റർവെല്ലുകളായിട്ടാണ് എൻ്റയർ സ്റ്റോക്കിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. സോ അണ്ടർ പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ദ എൻ്റയർ സ്റ്റോക്ക് ഈസ് വെരിഫൈഡ് അറ്റ് എ ടൈം അറ്റ് പീരിയോഡിക് ഇൻ്റർവെല്ലുകളായിട്ടാണ് അല്ലെങ്കിൽ വ്യത്യസ്ത ഇൻ്റർവെല്ലിലായിട്ടാണ് എൻ്റയർ സ്റ്റോക്കിനെ നമ്മൾ പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം വെരിഫൈ ചെയ്യുന്നത്. പ്രധാനമായിട്ടും യൂഷ്വലി പറയുകയാണെങ്കിൽ വൺസ് എ ഇയർ, ഒരു വർഷത്തിൽ ഒരു തവണയാണ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം എന്ന് നമ്മൾ നടപ്പാക്കുന്നത്. ദസ് സ്റ്റോക്ക് ടേക്കിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് കാൾഡ് പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ്. ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം, പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ദ എൻ്റയർ മെറ്റീരിയൽ ഈസ് ഫിസിക്കലി കൗണ്ടഡ്. അതായത് മുഴുവൻ മെറ്റീരിയൽസിനെയും ഫിസിക്കലി കൗണ്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അസർട്ടൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്യും. സോ ദ എൻ്റയർ മെറ്റീരിയൽ ഈസ് ഫിസിക്കലി കൗണ്ടഡ്. എൻ്റയർ മെറ്റീരിയലിനെ നമ്മൾ ഫിസിക്കലി കൗണ്ട് ചെയ്യുകയും വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അസർട്ടൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്യുകയും ചെയ്യും. ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ് ഫാക്ടറി ഹാസ് ടു ബി ക്ലോസ്ഡ്. അതായത് ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ സമയത്ത് ഫാക്ടറി ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഹെൻസ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ലാർജ് ബിസിനസ് ഹൗസസ്. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം എന്നുള്ളത് ലാർജ് ബിസിനസ് ഹൗസുകളെ സംബന്ധിച്ചിടത്തോളം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമല്ല. ഇൻ സച്ച് എ കേസ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം ഈസ് ഫോളോ. അത്തരത്തിലുള്ള ബിസിനസ് ഹൗസുകളിൽ പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാണ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എൻ്റയർ സ്റ്റോക്കിനെ നമ്മൾ പീരിയോഡിക് ഇൻ്റർവെൽസ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നു. അതായത് യൂഷ്വലി വൺസ് എ ഇയർ, ഒരു വർഷത്തിൽ ഒരു തവണയായിരിക്കും അതുണ്ടാവുക.
എൻഡ് ഓഫ് ദ ഇയറിൽ പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് അല്ലെങ്കിൽ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം നടപ്പിലാക്കുന്നതിനെ നമ്മൾ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ എൻറ്റയർ മെറ്റീരിയലിനെ ഫിസിക്കലി കൗണ്ട് ചെയ്യുകയും വാല്യൂ ഓഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിന് വേണ്ടി അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടിന് വേണ്ടി അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഫാക്ടറി ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്നുള്ളത് ലാർജ് ബിസിനസ് ഹൗസുകളെ സംബന്ധിച്ചിടത്തോളം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നല്ല. ഇൻ സച്ച് എ കേസ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഈസ് ഫോളോഡ്. എന്താണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് നോക്കാം. എന്താണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം? ദ സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് വൈൽ ദ മെറ്റീരിയൽ ഈസ് ഇൻ സ്റ്റോറേജ് ഈസ് കാൾഡ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി. അതായത് കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ നടപ്പിലാക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? പെർപെക്ച്വൽ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. തുടർച്ചയായി മെറ്റീരിയൽ കൺട്രോൾ നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പെർപെക്ച്വൽ ഇൻവെൻറ്ററി എന്ന് പറയുക. അണ്ടർ ദിസ് സിസ്റ്റം ആക്ച്വൽ സ്റ്റോക്ക് ഈസ് ടേക്കൺ കണ്ടിന്യൂസ്ലി ആൻഡ് ഈസ് കമ്പയർഡ് വിത്ത് ദ സ്റ്റോക്ക് ആസ് ഷോൺ ബൈ ദ മെറ്റീരിയൽ റെക്കോർഡ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആക്ച്വൽ സ്റ്റോക്ക് അനലൈസ് ചെയ്യുകയും അതിനെ നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽ റെക്കോർഡിലുള്ള സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. മറ്റേത് വർഷത്തിലൊരു തവണയാണ് സ്റ്റോക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വൽ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്യുകയും മെറ്റീരിയൽ റെക്കോർഡുമായിട്ട് ആക്ച്വൽ സ്റ്റോക്കിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന രീതിയാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം ആക്ച്വൽ സ്റ്റോക്ക് ഈസ് ടേക്കൺ കണ്ടിന്യൂസ്ലി ആൻഡ് ഈസ് കമ്പയർഡ് വിത്ത് ദ സ്റ്റോക്ക് ആസ് ഷോൺ ബൈ ദ മെറ്റീരിയൽ റെക്കോർഡ്സ്. മെറ്റീരിയൽ റെക്കോർഡിൽ കാണപ്പെടുന്ന സ്റ്റോക്കുമായിട്ട് ആക്ച്വൽ സ്റ്റോക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് സ്റ്റോഴ്സ് ബാലൻസ് ആഫ്റ്റർ എവറി റെസിപ്റ്റ് ആൻഡ് ഇഷ്യൂസ്. ഓരോ റെസിപ്റ്റും ഇഷ്യൂസും നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ സ്റ്റോറിൻ്റെ ബാലൻസ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുകയും ടു ഫെസിലിറ്റേറ്റ് റെഗുലർ ചെക്കിംഗ് ആൻഡ് ടു അവോയ്ഡ് ക്ലോസിംഗ് ഡൗൺ ഓഫ് ഫാക്ടറി ഫോർ സ്റ്റോക്ക് ടേക്കിംഗ്. അതായത് സ്റ്റോക്ക് എടുക്കുന്ന സന്ദർഭത്തിൽ ഫാക്ടറി ക്ലോസിംഗ് ഡൗൺ ചെയ്യുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റെഗുലർ ആയിട്ടുള്ള ചെക്കിംഗ് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ റെഗുലർ ആയിട്ട് സ്റ്റോക്ക് ചെക്കിംഗ് എന്നുള്ളത് നടപ്പിലാക്കുന്നുണ്ട്. ദസ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ വിച്ച് എനേബിൾസ് ടു നോ ദ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് എവറി ഐറ്റം ഓഫ് മെറ്റീരിയൽ അറ്റ് ആൾ ടൈംസ്. ഓരോ ഐറ്റം ഓഫ് മെറ്റീരിയൽസിൻ്റെയും സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോളാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ വിച്ച് എനേബിൾസ് ടു നോ ദ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് എവറി ഐറ്റം ഓഫ് മെറ്റീരിയൽ അറ്റ് ആൾ ടൈം. ഓരോ ഐറ്റംസ് ഓഫ് മെറ്റീരിയൽസിൻ്റെയും സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പീരിയോഡിക് ആണെന്നുണ്ടെങ്കിൽ വൺസ് എ ഇയർ ആണ്. പെർപെക്ച്വൽ ആവുന്ന സമയത്ത് ഇൻവെൻറ്ററി കൺട്രോൾ നടപ്പിലാക്കുന്നത് എവറി ടൈം മെറ്റീരിയൽസിൻ്റെ എല്ലാ സമയത്തും ഓരോ പർട്ടിക്കുലർ മെറ്റീരിയൽസിൻ്റെയും സ്റ്റോക്ക് പൊസിഷൻ എനാബിൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് പെർപെക്ച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി സിസ്റ്റം. അത് പ്രധാനപ്പെട്ട മറ്റൊരു മൂന്നാമത്തെ ഒരു രീതിയാണ് JIT എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞതാണ് JIT ഈസ് എൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ടെക്നിക്. ഇതൊരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ മെയിൻറ്റെയിനിങ് സീറോ ലെവൽ ഓഫ് ഇൻവെൻറ്ററി. അതായത് സീറോ ലെവൽ ഓഫ് ഇൻവെൻറ്ററി ആക്കി നിർത്തുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഓർഡറിനനുസരിച്ച് മാത്രം നമ്മൾ ഉൽപ്പന്നങ്ങൾ നിർമ്മാണം നടപ്പിലാക്കുക. അതിനെയാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അതായത് ഇൻവെൻറ്ററി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ലെവൽ ഓഫ് ഇൻവെൻറ്ററി ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. As the name suggests, raw materials and components are obtained from the vendor or supplier immediately before they are needed in manufacturing process. മാനുഫാക്ചറിങ് പ്രോസസ്സിന് ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് വെണ്ടറുടെ കയ്യിൽ നിന്നും റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ സപ്ലയറുടെ കയ്യിൽ നിന്നും മെറ്റീരിയൽസും ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ടേം JIT റെഫേഴ്സ് ടു പ്രൊഡ്യൂസിങ് ഓൺലി വാട്ട് ഈസ് നീഡഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ് ഇൻ ജസ്റ്റ് ദ ക്വാണ്ടിറ്റി നീഡഡ്. എന്താണ് ആവശ്യം, എപ്പോഴാണ് ആവശ്യം, അതുപോലെ തന്നെ എത്ര അളവ് ആവശ്യമുണ്ട് എന്നതിനനുസരിച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആവശ്യമുണ്ട്, എന്താണ് ആവശ്യം, എപ്പോഴാണ് ആവശ്യം, എത്ര അളവ് ആവശ്യമുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം മാനുഫാക്ചറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ചെയ്യുന്ന ഒരു രീതിയാണ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജാപ്പനീസ് മോട്ടോർ കമ്പനി ടൊയോട്ട. ഈ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്നുള്ളത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജപ്പാനീസ് കമ്പനിയായിട്ടുള്ള ടൊയോട്ട എന്നുള്ളൊരു കമ്പനിയാണ് ആദ്യമായിട്ട് ഈ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
പിന്നെ അതിനുശേഷം വാൾമാർട്ട് പോലുള്ള ചില കമ്പനികളും ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് USA കമ്പനികളും ഒക്കെ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ടെക്നിക്. ഇറ്റ് ഫോക്കസസ് ഓൺ മെയിൻറ്റെയിനിങ് സീറോ ലെവൽ ഓഫ് inventory. As the name suggests, raw materials and components are obtained from the vendor or supplier immediately before they are needed in manufacturing process. Just in time they are needed. So the term JIT refers to producing only what is needed when it is needed in just the quantity needed. It was first introduced by Japanese motor company Toyota. ഇതാണ് 3 തരത്തിലുള്ള ഇൻവെൻറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 രീതിയിൽ ഇൻവെൻറ്ററി സിസ്റ്റം, 2 തരത്തിലുള്ള ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റമാണ്. ജസ്റ്റ് ഇൻ ടൈമിലാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് 0 ലെവലാക്കി നിർത്തുന്ന ഒരു രീതിയാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുണ്ട്, പീരിയോഡിക്കും പെർപെച്വലും. പീരിയോഡിക് ആവുന്ന സമയത്ത് വൺസ് എ ഇയർ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതാണ് പീരിയോഡിക് എന്ന് പറയുന്നത്. പെർപെച്വൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവസ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ് പെർപെച്വൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻ ടൈം ആകുന്ന സമയത്ത് 0 ലെവൽ ഇൻവെൻറ്ററി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, JIT എന്ന് പറയുന്നത്. ആവശ്യാനുസരണം മാത്രം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അളവിനനുസരിച്ച് എത്രമാത്രം വേണം എന്നതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രക്രിയ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന്, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി സിസ്റ്റം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻറ്ററീസിൻ്റെ ഏജിങ് ഷെഡ്യൂൾ എന്നുള്ളൊരു ഭാഗവും, അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗം, സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ എന്തൊക്കെ പറഞ്ഞു, പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റവും പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി സിസ്റ്റം എന്താണെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ നിർബന്ധമായിട്ടും ത്രൂ ഔട്ട് കാണുക. തിയറി ഭാഗമാണ്, നിർബന്ധമായിട്ടും കാണുക. ഇതിൻ്റെ വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ടും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.